പെരിഞ്ചേരി യൂണിയൻ ക്ലബിന്റെയും വള്ളുക്കുന്നതുശ്ശേരി പെരിഞ്ചേരി ലൈബ്രറിയുടെയും പുതിയ കെട്ടിടം സമർപ്പിച്ചു. സി മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കർ പ്രഖ്യാപിച്ച തീരുമാനമനുസരിച്ച് നമ്മുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടപ്പോൾ ലൈബ്രറി എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ ഉള്ള ലൈബ്രറിക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ PO കൂടി എല്ലാ ലൈബ്രറികളും കറങ്ങി അന്വേഷിച്ച അടിസ്ഥാനത്തിൽ ഈ ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നമ്മുടെ സർക്കാർ അനുവദിച്ച പുസ്തകം കൈമാറുന്ന ഭാഗമായിട്ട് ഇവിടെ വരേണ്ടായി. ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞു. അപ്പോഴും എനിക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമതും സർക്കാരിൻ്റെ പ്രഖ്യാപനമനുസരിച്ച് ലൈബ്രറിക്ക് രണ്ടാമത്തെ ടൈമും പുസ്തകം കൊടുക്കാനായിട്ട് വരേണ്ടായി. അപ്പോൾ ലൈബ്രറിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് MLA ഓഫീസിലേക്ക് വരാറുണ്ട്. MLA ഞങ്ങൾക്ക് തന്നേ പറ്റൂ, അത് വലിയ ഗുണകരമായിരിക്കും എന്നുള്ള അടിസ്ഥാനത്തിലാണ്. ശരി, പേടിക്കേണ്ട, പൈസ ഒന്നും MLAയുടെ പൈസ ഒന്നുമല്ല, നമ്മുടെ പൈസയാണ്. നമ്മുടെ ഓരോ MLAക്കും കിട്ടുന്ന വിഹിതത്തിൽ നിന്ന് ഇത്ര % പൈസ മാറ്റിവെക്കലാണ്. അത് നമ്മുടെ വികസനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പൈസ വീതിച്ച് വിഹിതമേൽ കൊടുക്കലാണ്. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. ഗീതാ ഗോപി, അസിസ്റ്റന്റ് എഞ്ചിനീയർ K ശാലിനിത, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഹരി C നരേന്ദ്രൻ, N മനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗം വനജകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല ഹരിദാസ്, തൃശൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K രാമചന്ദ്രൻ, താലൂക്ക് കൌൺസിൽ അംഗം MK വിലാസ്, ഫാദർ പോൾ താണിക്കൽ, റെജി EF, ശൈലജ TS എന്നിവർ പങ്കെടുത്തു. ആഘോഷ കമ്മിറ്റി കൺവീനർ ഡോക്ടർ ഗിരീഷ് പെരിഞ്ചേരി, ദ യൂണിയൻ ക്ലബ് സെക്രട്ടറി, ലൈബ്രറി സെക്രട്ടറി ഗോപികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടുലമായ ഇടപെടലുകൾ ദീർഘവീക്ഷണത്തോടുള്ള ഒരു യുവത്വത്തിന്റെ പ്രതീകമായി ഈ സദസ്സിലിരിക്കുന്ന വളരുന്ന യുവതലമുറമായ നമ്മുടെ കുട്ടികൾ ഒരു മാതൃകയാണ്. മിസ്റ്റർ ഗോപികൃഷ്ണൻ ഗോപു. തീർച്ചയായിട്ടും ലൈബ്രറി യൂണിയൻ ലൈബ്രറി ചേർപ്പിന്റെ പ്രവർത്തനത്തിൽ മുൻ MLA എന്ന നിലയിൽ ഞാൻ അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെ ഉണ്ടായ കൂട്ടായ്മയും സുരേഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രവർത്തകരും വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ ലൈബ്രറിയുടെ പ്രവർത്തനത്തിനും വികസനത്തിനും MLA ഫണ്ട് അനുവദിക്കണമെന്നുള്ള നിർദ്ദേശം എനിക്ക് നൽകിയത്. തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഞാൻ ആ സ്ഥലം അല്ലെങ്കിൽ ആ സ്ഥാപനം സന്ദർശിച്ചത്. അവിടെ കണ്ട കൂട്ടായ്മയാണ് ഈ ലൈബ്രറിയെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് മനസ്സിൽ ചിന്തിച്ചു.